30 വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തതാണ്. ലിഡ ജേക്കബാണ്. ഞാൻ IAS ആയിരുന്നു. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി, അതുപോലെ തന്നെ പയർ, എന്ത് നല്ല പയറാണ് ഇത്. ഞങ്ങൾ കഴിയുന്നതും പച്ചയ്ക്കാണ് കഴിക്കുന്നത്, കുക്ക് ചെയ്യില്ല. ഫ്രഷ് സാലഡായിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ തന്നെ നല്ല ക്രഞ്ചിയാണത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് കൃഷി പറ്റില്ല എന്ന് പറയുന്നത് ഒട്ടും സമ്മതിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. മണ്ണ് ഞങ്ങൾക്ക് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്, കൊണ്ടുവരും. നല്ല മണ്ണ് കിട്ടുമ്പോൾ നല്ല വിളവ് ഉണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം കിട്ടിയ നല്ല മണ്ണാണ്. എനിക്ക് തോന്നുന്നത് റിട്ടയർ ചെയ്ത എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു കടമയായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു, പൂക്കളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും. അത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പനമ്പള്ളി നഗരം എന്ന് പറയുന്നത് എറണാകുളം സിറ്റിയുടെ, കൊച്ചി സിറ്റിയുടെ ഒരു ഹൃദയഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ധാരാളം ഫ്ലാറ്റ്, ചുറ്റും ഫ്ലാറ്റുകളാണ്. സ്ഥലപരിമിതികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരമാവധി പ്രയോജനപ്പെടുത്തും. അതിനുള്ള ഒരു വാശിയിലാണ് ഞങ്ങൾ. പിന്നെ ഈ സ്ഥലം പോരാ, ഞങ്ങൾ ആഗ്രഹത്തിനുള്ള തടികളൊക്കെ വെക്കണമെങ്കിൽ ഇതൊന്നും പോരാ. പക്ഷേ എനിവേ സന്തോഷം നൽകുന്ന പിന്നെ നല്ല പച്ചക്കറികളാണ്. നല്ല ചീര പോലും ഞങ്ങൾക്കിടെ കിട്ടാനുണ്ട്. പലതരം ചീരയുണ്ട്, റോസുണ്ട്, പോലെ എല്ലാം. സമയം കിട്ടുമ്പോൾ ചെടിയുടെ ഇടയ്ക്ക് നടക്കുകയും, അതുപോലെ എല്ലാ വൈകുന്നേരമാണ് നനയ്ക്കുന്നത്. കൂടുതൽ സമയം ഞങ്ങൾ നനയ്ക്കും, അല്ലെങ്കിൽ സഹായിക്കാൻ ആരും കൊണ്ട് അവരും കൂടെ ചേർന്ന് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പതുക്കെ ഇങ്ങനെ ചെടികളുമായിട്ട് സല്ലപിച്ചൊക്കെ നടക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ നമുക്കിവിടെ ചിലവഴിക്കാൻ സാധിക്കും. അപ്പോൾ ചെടികളുടെ ആവശ്യങ്ങൾ നോക്കുമ്പോൾ കള പറിക്കാനുണ്ടാവും. അടുത്തുള്ളതൊക്കെ എനിക്ക് പറിക്കാൻ പറ്റും. ഉയരത്തുള്ളതും അതുപോലെ തീരെ താഴ്ന്നുള്ള കുഞ്ഞെടുക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അത് പിന്നെ വരുന്ന കുട്ടിയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്യും. പിന്നെ വളമൊക്കെ എവിടെയാണ് ആവശ്യം, പിന്നെ കീടനാശിനിയായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണയും അതിന് കൂടെ ഒരു എമൾഷൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് കമ്പോസ്റ്റിൻ്റെ വെള്ളം കിട്ടും. അപ്പോൾ ആ വെള്ളവും അത് നല്ലതാണത്, അത് ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാ 10 ദിവസം കൂടുമ്പോഴും ഇതിന് എന്തെങ്കിലും ഒരു പരിചരണം ആവശ്യമാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കൊടുക്കുന്നില്ല, അതുപോലെ ഒരു ബൂസ്റ്ററായിട്ട് വെള്ളം മാത്രം കൊടുക്കാതെ അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കണം. വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ. പക്ഷേ നമുക്കൊന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കും. ഇത് 3 സ്റ്റെപ്പുള്ള ഒരു സ്റ്റാൻഡാണ്. ഞങ്ങൾ 2 സ്റ്റാൻഡ് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. നേരത്തെ ചെടികളൊക്കെ താഴെ തന്നെ നിലത്തായിരുന്നു. ഞങ്ങളടിയിൽ തൊണ്ട്, ഈ തേങ്ങയുടെ തൊണ്ട് വെച്ച് എൻ്റെ മുകളിൽ വയ്ക്കുമായിരുന്നു. അത് ഞങ്ങളത് ബുദ്ധിമുട്ടായതുകൊണ്ട്, മാത്രമല്ല അത് ചെളിയൊക്കെ ആയതുകൊണ്ട് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി. അത് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ടെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചു. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ 2 എണ്ണം ഉണ്ടാക്കി. 3 സ്റ്റെപ്പുണ്ട്. ഭംഗിയായിട്ട് കുറേ വെക്കാനും പറ്റി. നമുക്ക് കാഴ്ചയ്ക്കും ഒരു ഭംഗിയുണ്ട്. ചെടികൾക്കും കൂടുതൽ സന്തോഷമായെന്ന് തോന്നുന്നു ഇത് വെച്ചപ്പോഴേ.